എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ വെച്ചിരുന്ന മാവുകളൊക്കെ ഇപ്പോൾ എന്താണ് സ്ഥിതി, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഫുഡ് പെൻസിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേയൊക്കെ ഇപ്പോൾ കാഴ്ചയും പൂത്തൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മുടെ കർപ്പൂര മാവിൽ നിന്നാണ്. നോക്കിയാൽ നമ്മൾ 3 വർഷം മുന്നേ വെച്ച ഒരു കർപ്പൂര മാവാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ പ്രാവശ്യം അത് കാഴ്ചിട്ടുണ്ട്. കറക്റ്റ് 3 വർഷമായിട്ടുള്ളൂ നമ്മൾ വെച്ചിട്ട്. കർപ്പൂരമാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലംകാരുടെ മാവാട്ടോ ഈ കർപ്പൂരമാവ്. ഒരു നാട്ടുമാവാണ്. നമ്മളതുപോലെ അത് നല്ലൊരു മാവാന്ന് കേട്ടിട്ടുണ്ട്. ഇതിന് മാങ്ങാണ്ടി വളരെ കുറവും അതുപോലെ തൊലി നല്ല കട്ടിൻ്റെ മാംസം കൂടുതലാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ട്രിപ്പിലാണ് ഒരെണ്ണം ഉണ്ടായത്. അതാണ് ഈ വലുതായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നത്തെ സ്റ്റെപ്പിലാണ് നമുക്ക് വീണ്ടും ഇവിടെ ഒരു 5-6 എണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതെ നോക്കി നിങ്ങൾ, ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, അങ്ങനെ നമുക്കൊരു 5-8 മാങ്ങ അതെ ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. 5-8 മാങ്ങ നമുക്ക് ഈ ഒരു ടൈം ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ടൈമാണ് 3 വർഷമായിട്ടുള്ള നമ്മൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ 5-8 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ കർപ്പൂരമാവ് വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നോക്കി ഒരടി ഗ്യാപ്പിൽ ഒരു കുഴിയിൽ തന്നെ വെച്ചത് ഒരു കാലാപാടിയും കൂടി വെച്ചിരുന്നു. ആ കാലാപാടിയും ഇപ്പോൾ നമുക്ക് നന്നായി മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നോക്കിയേ കൊലയായിട്ട് മാങ്ങ ഉണ്ടായാണ്. ഇത് കഴിഞ്ഞ വർഷം പൂത്ത് മാങ്ങ ഉണ്ടായതാട്ടാ. ഈ വർഷം വീണ്ടും. പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നമുക്ക് സ്ഥലം വളരെ കുറവും ഇടുങ്ങിയ സ്ഥലങ്ങളും നിറയെ ചെടികളാണ് ഇതിൻ്റെ മുകളിലൊക്കെ. അതുകൊണ്ട് മാവിൻ്റെ ഒരു വെയിലിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ള കാരണമാണ്. നല്ല വെയിലും തുറസായ സ്ഥലവും നല്ല ഗ്യാപ്പിലേക്ക് വെക്കണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മാങ്ങ ഉണ്ടാവും. നമ്മളിവിടെ കുറേ മാവുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ ആകെ 3 മാവ നമ്മൾ താഴ്ത്തി വെച്ചുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ കാലാപാടി ഈ കർപ്പൂരും അതുപോലെ നമ്മളൊരു ഓൾ സീസൺ മാവാണ് നമ്മൾ താഴ്ത്തി വെച്ചുള്ളൂ. ബാക്കി എല്ലാം ഡ്രമ്മിൽ വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രമ്മിൽ വെച്ചുള്ള മാവുള്ള കാഴ്ചകൾ കാണാം. ഇനി അടുത്ത് നമ്മൾ ഡ്രമ്മിൽ വെച്ചിട്ടുള്ള ഒരു നാംഡോക്മൈ ഗ്രീൻ അതിൻ്റെ ഒരു കാഴ്ച കാണാം കേട്ടോ. നോക്കിയേ അതിപ്പോൾ നല്ല രീതിയിൽ കാച്ചിട്ടുണ്ട്. അതെ അത്യാവശ്യം വലിപ്പമൊക്കെ ആയിട്ട് കേട്ടോ. അതെ ഇവിടെ ഒരു മാങ്ങീൻ്റെ ഇതേപോലെ ഇതേ ഇവിടെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതെ ഇപ്പുറത്തുണ്ട്. അതുപോലെ ഇവിടെ ഒരു കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാംഡോക്മൈ ഗ്രീൻ ഫസ്റ്റ് ടൈം നമുക്ക് കാച്ചിട്ടുള്ളതാണ്. അടുത്ത് നമ്മളൊരു അബിയു ഇവിടെ ഡ്രമ്മിൽ നിൽക്കുന്നതാ. ഈ അബിയുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ യാത്ര പോയപ്പോൾ നനയ്ക്കാണ്ട് ഉണങ്ങി പോയൊരു അബിയാണ്. പിന്നെ അത് നമുക്ക് പൊടിച്ച് വന്നതാണ്. അതിന് വീണ്ടും നമുക്ക് നല്ല അബിയു ഫ്രൂട്ടുകൾ ഉണ്ടായി തുടങ്ങിയിട്ടത്. ഇതിപ്പോൾ ലാസ്റ്റത്തെയാണ് ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിനാട്ടി നല്ല ഇത്തിരി വലിപ്പത്തിലാണ് മോളിൽ നമുക്കൊരു 5-6 നമ്മൾ പൊട്ടിച്ച് കഴിച്ചു. വീണ്ടും നമുക്കൊരു പുതിയ മാവ് കാച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പച്ചയ്ക്ക് മധുരം നമ്മളിത് കഴിച്ച് നോക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റിൽ നിന്ന് അങ്ങനെ ഒരു മാവും തൈ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ പേര് നമുക്ക് വലിയ ഓർമ്മയില്ല. തണ്ടർ ഫ്ലാഷ് എന്നാണ്ടാണ് എൻ്റെ ഓർമ്മ. ശരിയാണോന്ന് ഉറപ്പില്ല. പച്ചയ്ക്ക് മധുരമുള്ള മാവ് അതുമ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കായ്ച്ചു. തൈ അധികം വലിപ്പമൊന്നും ആയിട്ടില്ല. കണ്ടില്ലേ 50 ലിറ്ററിൻ്റെ ഒരു ഡ്രമ്മിൽ നിൽക്കണേ. 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കായ്ച്ച അപ്പോൾ ഒരു മാങ്ങ അത് നിർത്തി അത് നമുക്ക് വലുതായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാലോ. നമ്മുടെ പ്ലാവ് വിയറ്റ്നാം സൂപ്പർ കളി നമ്മൾ ഇതുമ്പോൾ ചക്ക ഉണ്ടായപ്പോൾ ഒരു വീഡിയോ കാണിച്ചിരുന്നു. പക്ഷെ എല്ലാം പഴുത്ത് നമ്മൾ തിന്ന് കഴിഞ്ഞിട്ട് ഇനി ഞെട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്കിനി ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ J33 പ്ലാവ് കായ്ച്ചു കൂട്ടാം. കറക്റ്റ് 3 വർഷം കൊണ്ട് കായ്ച്ചു. അതിലൊരു നീക്കുപോക്കില്ല എന്ന് പറയില്ലേ. നമ്മളിത് ചെമ്പക ചേച്ചിയുടെ വീട്ടിൽ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതായത് പഴുത്ത ചക്ക മുറിച്ച് തിന്ന് നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോഴാണ് നമ്മളിത് മേടിച്ച് വെച്ചത്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ കായ്ച്ചു നിൽക്കുന്ന കാഴ്ച കണ്ട. 3 വർഷം കൊണ്ട് പ്ലാവ് നിലത്ത് വെച്ച കായ്ക്കെന്ന് പറഞ്ഞാൽ ഒരു തർക്കമില്ല കേട്ടോ. കറക്റ്റാണ്. അതെ നല്ല അടിപൊളിയായിട്ട് ചക്ക വന്നിട്ടുണ്ട്. 3 ചക്ക ഉണ്ടായിരുന്നു. ഇവിടെ വർഷം കൊഴിഞ്ഞു പോയി. ബാക്കി 2 എണ്ണം ഉണ്ട്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒച്ചിൻ്റെ കളിയാണ്. ഇത് ഒച്ചിരിക്കണണ്ട വേണ്ട ഒച്ച്. ഇതേ ഒച്ച് നന്നായി ഉണ്ട് നമ്മുടെ ഇവിടെ. അപ്പോൾ നമ്മുടെ J33 പ്ലാവ് അത്ര വലിപ്പമൊന്നും വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്നത് ഒരു ചെറിയൊരു സ്ഥലത്ത് J33 പ്ലാവുണ്ട്. തൊട്ടപ്പുറത്ത് കെപ്പൽ. ഇതേ കണ്ട ഈ ഒരു കെപ്പൽ, അതിൻ്റെ ഇപ്പുറത്ത് മട്ടോവ, അതിൻ്റെ അപ്പുറത്ത് കെൽഡാങ്. ഇങ്ങനെ എല്ലാവരും ഒരു കട്ട കൂടിയിട്ട് നിൽക്കണം. ഇതിൽ കെപ്പിൽ നമ്മുടെ ഫ്ലവറിങ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഫ്ലവർ ചെയ്യുമ്പോൾ എന്തായാലും കായ് പിടിക്കും. അപ്പോൾ നമ്മുടെ J33 നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല ടേസ്റ്റുള്ളൊരു ചക്കയാണ്. വിയറ്റ്നാം സൂപ്പറിനെക്കാട്ടിയും നല്ലതാണ് കേട്ടോ J33. നല്ല വരിക്കച്ചക്ക, നല്ല അടിപൊളി ചക്ക. അപ്പോൾ നമുക്കത് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്കത് പഴുക്കുമ്പോൾ അതിൻ്റെ റിവ്യൂ കൂടിയും ചെയ്യണം. നമുക്ക് ഒരു മെഡൂസ പൈനാപ്പിൾ ചെറിയൊരു തൈ നമ്മൾ കൊണ്ടുവന്നാൽ കേട്ടോ. അത് എന്നിട്ട് ഒരു ചട്ടിയിൽ വെച്ചു. ഇപ്പോൾ അത് നല്ലതായിട്ട് ഫ്ലവറിങ്ങും അത് കഴിഞ്ഞ് കായൊക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ചുറ്റും വീണ്ടും കുറേ ചെറിയ പൈനാപ്പിൾ വരും. അതുകൊണ്ടാണ് ഇതിനെ മെഡൂസ പൈനാപ്പിൾ എന്ന് പറയുന്നത്. അതും നമുക്കിവിടെ കാച്ചു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് ഇപ്പുറത്ത് തന്നെ നമ്മൾ ചട്ടിയിൽ വേറെ പൈനാപ്പിൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വെയിറ്റ് വരുന്ന പൈനാപ്പിളാണ്. ഈ പൈനാപ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ലീഫിന് മുള്ളില്ല കണ്ടോ. ഇതിൻ്റെ ലീഫിന് ഒരു മുള്ളുമില്ല. ആദ്യം ഉണ്ടായത് നല്ല വെയിറ്റ് വന്നിട്ട് അത് ഒടിഞ്ഞു വീണു. എന്നിട്ട് നമ്മൾ പച്ചയ്ക്ക് കഴിച്ചപ്പോൾ നല്ല മധുരാട്ടോ. അതാണ് ഈ പൈനാപ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്.
അതുപോലെ തന്നെ ഇത് ഒരു ചട്ടിയിലാണ് നിൽക്കണേ. ഇവിടുന്ന് നമുക്കത് ഒരു പ്രാവശ്യം ഉണ്ടായി, അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇള വന്നു, അത് അടുത്തേലും ഉണ്ടാവുന്നു. പിന്നത്തെ ഇള വന്നത് ഇവിടെ ഇതേ അടുത്തത് അടിപൊളിയായിട്ട് നിൽക്കും. അടുത്തത് നമുക്ക് ഇതേ വൈറ്റ് ഞാവല് ഫുൾ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ചെറിയൊരു ഡ്രമ്മിൽ നിൽക്കുന്ന വൈറ്റ് ഞാവലാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വൈറ്റ് ഞാവൽ. ഇത് മിണ്ടായാൽ ഫ്രൂട്ട് എല്ലാവർക്കും വളരെ താല്പര്യപ്പെട്ട ഒരു ഫ്രൂട്ടാണ് ഈ വൈറ്റ് ഞാവൽ. ഇത് നിറയെ ഉണ്ടാവും ചെയ്യും കേട്ടോ. ഇത് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞത് ഇത് റോസ് കളർ വരും ഈ വൈറ്റ് ഞാവൽ. അപ്പോൾ പൊട്ടിച്ച് കഴിച്ചാൽ തേനൂറും മധുരാട്ടോ, അടിപൊളി ടേസ്റ്റ്. മറ്റുള്ള ഞാവലുള്ള മാതിരി ഒരു കറുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വളരെ കാലങ്ങൾക്ക് ശേഷം പൂത്ത് കാഴ്ച ഒരു കാണിച്ചു തരാം കേട്ടോ. ഒരു നമ്മുടെ ജബോട്ടിക്കാബ സബാറ എന്ന് പറയും. സബാറ കായ്ക്കാൻ വളരെ ടൈം എടുക്കും. നമ്മളൊരു ഇത് വെച്ചിട്ട് ഏകദേശം 10 വർഷത്തിൻ്റെ മേലെ ആയിട്ടുണ്ട്. ഇപ്പോൾ അതുമ്പോൾ നിറയെ കാച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിളി കൊണ്ടുപോകാണ്ട് കിട്ടുകയാണെങ്കിൽ വല്ലതൊക്കെ കഴിക്കാൻ കിട്ടും, അല്ലെങ്കിൽ എല്ലാം കിളികൾ കഴിക്കും. ഞാൻ നോക്കട്ടെ കേട്ടോ, അറ്റത്ത് ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട്. പൊട്ടിച്ചപ്പോൾ പച്ചടക്കം പോന്നു. ഇതാണ് സബാറ, നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട്. സബാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ കുരു വളരെ ചെറുതായിരിക്കും. ചെറിയൊരു കുരു വരുള്ളൂ. നല്ല മധുരമാണ്, പുളി കുറവാണ്, നല്ല നൂറെന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റുള്ള ഒരു ഫ്ലഷാണ് അതിൻ്റെ ഉള്ളിലത്തെ. അതാണ് സബാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമുക്ക് സപ്പോട്ട. ഈ സപ്പോട്ടയുടെ പേരാണ് തായ് ജംബോ സപ്പോട്ട കേട്ടോ. ഇത് ഇവിടെ നമ്മൾ കവറിട്ട് നിർത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമുക്കൊന്ന് ഉരി നോക്കാം. ഇതേ മൂത്ത് പഴുത്ത് തുടങ്ങി, വിണ്ടു കണ്ട, കംപ്ലീറ്റ് വിണ്ടു. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാറായി. നമ്മൾ നിന്ന് പഴുപ്പിക്കാന്ന് വെച്ചപ്പോൾ നടന്നില്ല, മഴ പെയ്തപ്പോഴാണെന്നുകൊണ്ട് വിണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെ വിണ്ട് കണ്ടില്ല, ഇതൊക്കെ വിണ്ടു. അപ്പോൾ ഇതൊക്കെ ഇനി പൊട്ടിച്ച് പഴുപ്പിക്കണം. ഇത് നിന്ന് പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നിന്ന് പഴുത്തിട്ടുണ്ട് കണ്ട. ഇത് ഉൾഭാഗം നല്ല കളറൊക്കെ. ഞാനൊന്ന് കഴിച്ചു നോട്ടെ എങ്ങനെ ഉണ്ടെന്ന്. കടും മധുര. ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ള തന്നെയാണ്. തായ് ജംബോ സപ്പോട്ട ഭയങ്കര ടേസ്റ്റാണ്. സപ്പോട്ടയൊക്കെ മേടിച്ച് വെക്കുന്നുണ്ടെങ്കിൽ തായ് ജംബോ സപ്പോട്ട മേടിച്ച് വെച്ചാൽ മതിയിട്ടാണ്. നന്നായി ഉണ്ടാവും ചെയ്യും, വലിപ്പം ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് അമ്മിലുള്ള ആ പൊട്ടിയതൊക്കെ പൊട്ടിച്ചു കേട്ടോ. നല്ല ഇത് കണ്ട, നല്ല സൈസൊക്കെ വന്നിട്ടുണ്ട് കണ്ട, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചപ്പോൾ. ഈ കാണുന്നതാണ് നമ്മുടെ വെരിഗേറ്റഡ് സപ്പോട്ട കേട്ടോ. അതുമ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറുതാണ്, വളരെ നന്നായി കായ പിടിച്ചിട്ടുണ്ട് വെരിഗേറ്റഡ് സപ്പോട്ട. അതും നല്ല മധുരമുള്ള സപ്പോട്ട കേട്ടോ വെരിഗേറ്റഡും. നമ്മുടെ തെങ്ങിൻ്റെ അവസ്ഥ കാണിക്കാൻ പറയാറുണ്ട് പലരും. അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ അവസ്ഥ നമ്മുടെ തെങ്ങാണിത്. ഇതിൻ്റെ കടഭാഗം നോക്കിയാൽ നമ്മളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ 4 കുഴിയെടുത്ത് ഇട്ട് കൊടുക്കുക. ആ ഒരു സിസ്റ്റം മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ഇനി നേരെ നമുക്ക് മുകളിലേക്ക് പോവാം. തെങ്ങ് കയറാൻ ആളെ ഇവിടെ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടുകൊണ്ട് നമുക്ക് പട്ടയൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. നാളികേരം ഇടാറതിൻ്റെ നമുക്ക് നല്ല രീതിയിൽ നാളികേരം പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ പ്ലാന്റിൻ്റെ വളങ്ങൾ നിങ്ങൾ ധൈര്യമായിട്ട് മേടിച്ച് കൊടുത്ത് നമ്മളിപ്പോൾ അതെല്ലാവർക്കും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തരാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ തെങ്ങ് കാണിച്ചില്ല എന്നുള്ളൊരു പരാതി വേണ്ട. അതാണ് നമ്മുടെ തെങ്ങ്. നമ്മുടെ ഈ വീഡിയോ ലെങ്ത്ത് കൂടിയത് കൊണ്ടേ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ, ചെടികളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.